മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കാണ്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP? അത് കോൺസ്റ്റിറ്റ്യൂഷനില് പാർട്ട് 4 ഉള്ളതാണ്. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിനും ലോസ് ഉണ്ടാക്കാനുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഈ DPSP. അതുകൊണ്ട് തന്നെ ഈ DPSP ജസ്റ്റിസബിൾ അല്ല. ഈ DPSPയില് എഡ്യൂക്കേഷന് ഒരു സ്പെഷ്യൽ സ്പേസ് തന്നെ ഉണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സോഷ്യലിസ്റ്റിക് ഡയറക്റ്റീവ്. അതിലുള്ള ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 38, ആർട്ടിക്കിൾ 39, ആർട്ടിക്കിൾ 41 ആൻഡ് ആർട്ടിക്കിൾ 42. ആർട്ടിക്കിൾ 32 പറയുന്നത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് ആ സ്റ്റേറ്റിലെ ആളുകളെ സെക്യൂർ ചെയ്യുക. ആർട്ടിക്കിൾ 39 പറയുന്നത് സെക്യൂറിംഗ് പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതുപോലെ ചൈൽഡ്ഹുഡിനെയും യൂത്തിനെയൊക്കെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 39 പറയുന്നത്. ആർട്ടിക്കിൾ 41 പറയുന്നത് സെക്യൂറിംഗ് റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 42 സെക്യൂറിംഗ് ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ് ആണ് ആർട്ടിക്കിൾ 42. ഇതെല്ലാമാണ് സോഷ്യലിസ്റ്റിക് ഡയറക്റ്റീവ്സ് ആയിട്ട് ഉള്ളത്. അടുത്ത കാറ്റഗറിയാണ് ഗാന്ധിയൻ. അതിലുള്ള ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 40, ആർട്ടിക്കിൾ 43, ആർട്ടിക്കിൾ 45 ആൻഡ് ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 40 പറയുന്നത് പഞ്ചായത്ത് ഒക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് സ്റ്റേറ്റ്സ് ആണ് എടുക്കേണ്ടത് എന്നാണ് ആർട്ടിക്കിൾ 40 പറയുന്നത്. ആർട്ടിക്കിൾ 43 പറയുന്നത് ടു സെക്യൂർ ലിവിംഗ് വേജ്, ഡീസന്റ് സ്റ്റാൻഡേർഡ് ലൈഫ് ആൻഡ് പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ആ സ്റ്റേറ്റിന്റെ പീപ്പിൾസിന് ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും അതുപോലെ തന്നെ കോട്ടേജ് ഇൻഡസ്ട്രീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യണം. ആർട്ടിക്കിൾ 45 പറയുന്നത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകണം. അതാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. ആർട്ടിക്കിൾ 46 ആണ് അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറിയും ഒക്കെ ഒരു സയന്റിഫിക് ലൈൻസിൽ നടത്താനായിട്ട് പറ്റണം. അതാണ് ആർട്ടിക്കിൾ 46. അടുത്ത കാറ്റഗറിയാണ് ലിബറൽ ഇന്റലക്ച്വൽ ഡയറക്റ്റീവ്. അതാണ് ആർട്ടിക്കിൾ 44ഉം ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 44 പറയുന്നത് ഒരു രാജ്യത്ത് ഒരു യൂണിഫോം സിവിൽ കോഡിനെ സെക്യൂർ ചെയ്യണം എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 50 പറയുന്നത് ജുഡീഷ്യറിനെ എക്സിക്യൂഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതാണ് ആർട്ടിക്കിൾ 50 പറയുന്നത്. DPSP ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 38 എന്ന് പറയുന്നത് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. അവിടുത്തെ ജനങ്ങൾക്ക് സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി എക്കണോമിക്കലി ആയിട്ടുള്ള ജസ്റ്റിസ് കിട്ടണം. ആർട്ടിക്കിൾ 39 പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പോളിസി ആണ്. അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതൊക്കെയാണ് ആർട്ടിക്കിൾ 39 പറയുന്നത്. ആർട്ടിക്കിൾ 40 പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് പഞ്ചായത്ത് ആണ്. അതായത് അവിടുത്തെ പഞ്ചായത്ത് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ആർട്ടിക്കിൾ 41 വെൽഫെയർ ഗവൺമെന്റ്. അതായത് റൈറ്റ് ടു വർക്ക്, അതുപോലെ എഡ്യൂക്കേഷൻ, അതിനൊക്കെയുള്ള എഫക്റ്റീവ് പ്രൊവിഷൻസ് എടുക്കണമെന്നാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. ആർട്ടിക്കിൾ 42 സെക്യൂറിംഗ് ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ് ആണ്. ആർട്ടിക്കിൾ 43 പറയുന്നത് ഫെയർ വേജസ് ആൻഡ് ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. എല്ലാവർക്കും ഒരു ഡീസന്റ് സ്റ്റാൻഡേർഡും അതുപോലെ അവരുടെ വർക്കിന് യോജിച്ചതായിട്ടുള്ള വേജസും നൽകണം. ആർട്ടിക്കിൾ 43A പറയുന്നത് വർക്കേഴ്സിനെ അതിന്റെ മാനേജ്മെന്റിലും പാർട്ടിസിപ്പേഷൻ വേണം എന്നാണ് പറയുന്നത്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്.
നെക്സ്റ്റ് ആണ് ആർട്ടിക്കിൾ 46, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് എസ് സീസ് വീക്കർ സെക്ഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന വീക്കർ സെക്ഷൻസിനെ എക്സ്പ്ലോയിറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 47 പറയുന്നത് ന്യൂട്രീഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. ആർട്ടിക്കിൾ 48 പറയുന്നത് സയന്റിഫിക് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ആണ്. ആർട്ടിക്കിൾ 48A പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, അതായത് ഫോറസ്റ്റുകളും അതുപോലെ വൈൽഡ് ലൈഫുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം. ആർട്ടിക്കിൾ 49 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് മോണ്യുമെന്റ്സ് ആൻഡ് പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ആർട്ട് വർക്കുകളോ പോളിറ്റിക് പ്ലേസസുകളോ മ്യൂസിയംസ് അങ്ങനത്തെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 50 പറയുന്നത് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആണ്. ആർട്ടിക്കിൾ 51 പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അതാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്. DPSPs റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആണ് അടുത്തത് നോക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ളത് 3 ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾ 41, ആർട്ടിക്കിൾ 45 ആൻഡ് ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 45 പറയുന്നത് റൈറ്റ് ടു വർക്ക് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ആണ്. ആർട്ടിക്കിൾ 45 പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പരിചരണം അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. ആർട്ടിക്കിൾ 46 പറയുന്നത് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റ് ഓഫ് വീക്കർ സെക്ഷൻസ്, അതായത് എസ് സീസ് അതുപോലെ എല്ലാ സമൂഹത്തിന്റെ അടുത്തുള്ള സെക്ഷൻസിനെ അവരുടെ എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റുകളെല്ലാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 46. ഈ ആർട്ടിക്കിൾസ് ആണ് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള DPSP. DPSP ബേസിൽ വന്ന എഡ്യൂക്കേഷണൽ സ്കീംസ് ആണ് പറയുന്നത്. 4 സ്കീമാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഒന്ന് സർവശിക്ഷ അഭിയാൻ SSA, അടുത്തത് മിഡ് ഡേ മീൽ സ്കീം, നെക്സ്റ്റ് നാഷണൽ പോളിസി NVP ആൻഡ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. സർവശിക്ഷ അഭിയാൻ ഒരു 2001-2002 ആ സമയത്താണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അത് എയിം ചെയ്യുന്നത് എന്താ വെച്ചാൽ യൂണിവേഴ്സൽ എലിമെന്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഓഫ് 6 to 14 years, അതാണ് സർവശിക്ഷ അഭിയാൻ. അടുത്ത സ്കീമാണ് മിഡ് ഡേ മീൽ സ്കീം. അത് ഗവൺമെന്റ് സ്കൂൾസിൽ കുട്ടികൾക്ക് ഫ്രീ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് മിഡ് ഡേ മീൽ സ്കീം. അടുത്തതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP. ഇപ്പൊ ലേറ്റസ്റ്റ് NEP 2020 വന്നത്. ഈ NEPകളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് എന്താന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ഒരു ചേഞ്ചസിനുള്ള ട്രാൻസ്ഫോർമേഷനുള്ള ഫ്രെയിംവർക്ക് ആയിട്ടാണ്. ഇതിന് മുന്നേ 2020 മുന്നേ വന്നത് 1986 NEP ഉണ്ടായത്. അടുത്ത സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അതൊരു സെക്സ് റേഷ്യോ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഇത് എയിം ചെയ്യുന്നത് ഗേൾ ചൈൽഡിന്റെ പ്രമോഷനും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെ വെച്ചിട്ടാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. കൺക്ലൂഷൻ ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എഡ്യൂക്കേഷൻ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. എഡ്യൂക്കേഷണൽ ചേഞ്ചസിൽ ഈ DPSPക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗോളാണ് ഇതിന് ഡെമോക്രാറ്റിക് സൊസൈറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ DPSPക്ക് എഡ്യൂക്കേഷണൽ ചേഞ്ചസിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് റെഫറൻസസ്. ഇനി നമുക്ക് MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the directive principles related to education aim to achieve option A political equality, option B social and economic democracy, option C judicial independence, option D administrative reform. Answer is option B social and economic democracy. Question number 2, which part of the Indian Constitution contains the directive principles of state policy? Option A
Part 3, Option B, Part 4, Option C, Part 5, and Option D, Part 6. Answer is Option B, Part 4. Question number 3. The directive principles of state policy are Option A, justiciable, Option B, non-justiciable, Option C, enforceable by court, Option D, none of the above. Answer is Option B, non-justiciable. Fourth question. Which of the following reflects the directive principles related to education? Option A, equal pay for equal work. B, free illegal aid. Option C, uniform civil code. Option D, free and compulsory education for children. Answer is Option D, free and compulsory education for children. Question number 5. Which of the following statements about DPSP is true? Option A, they are enforceable in court. Option B, they are guidelines for the government. Option C, they are included in Part 3. And Option D, they are fundamental duties. Answer is Option B, they are guidelines for the government. Question number 6. Is education mentioned in both the fundamental rights and directive principles of state policy? Answer is yes. Question number 7. Assertion reason question. Assertion. The directive principles related to education are enforceable by law. Reason. They are part of the constitution's moral obligations on the state. Option A, both A and R are true and R is the correct explanation of A. Option B, both A and R are true but R is not the correct explanation of A. Option C, A is false but R is true. Option D, A is true but R is false. Answer is A is false but R is true. Question number 8. Which article of the Constitution directs the state to make effective provision for securing the right to work, education and public assistance? Option A, Article 41. Option B, Article 42. Option C, Article 44. And Option D, Article 47. Answer is Option A, Article 41. Question number 9. Which article emphasizes the promotion of educational and economic interests of scheduled castes, scheduled tribes and other weaker sections? Option A, Article 46. Option B, Article 47. Option C, Article 41. Option D, Article 50. Correct answer is Option A, Article 46. Question number 10, assertion reason ആണ്. Assertion. The Constitution aims to promote educational opportunities equally among all citizens. Reason. Article 46 directs the state to promote educational and economic interests of weaker sections. Option A, both A and R are true and R is the correct explanation of A. Option B, both A and R are true but R is not the correct explanation of A. Option C, A is true but R is false. Option D, both A and R are false. Answer is Option A, both A and R are true and R is the correct explanation of A. ഇത്രയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.